ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 54. നമ്മളിപ്പോൾ 11-ാമത്തെ അധ്യായത്തിൽ 41 മുതൽ 50 വരെയുള്ള മന്ത്രങ്ങളാണ് ഇന്ന് നോക്കുന്നത്. ഇതിലെ ദേവത അഗ്നി എന്ന് പറയുമ്പോൾ ഊർജമാണ്. പഞ്ചഭൂതങ്ങളിലൊന്നാണ് അഗ്നി. പഞ്ചഭൂതം എന്നാൽ കര, ദ്രവ, വാത, ഊർജം. ഊർജത്തിന് പകരമാണ് അഗ്നി എന്ന് പറഞ്ഞിരിക്കുന്നത്. അഗ്നിയിൽ എല്ലാം പെടും. ഇപ്പം നമ്മൾക്ക് ഓരോന്നായിട്ട് നോക്കാം. 41 എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, അഗ്നി യജ്ഞങ്ങളുടെ നായകനാണ്. എല്ലാ യജ്ഞങ്ങളും നമ്മളെന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? അഗ്നി ഉണ്ടെങ്കിലേ പറ്റും. അതാണ് നയിക്കുന്നത്. യജ്ഞങ്ങളെ നയിക്കുന്നത് അഗ്നിയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ പോലും അതിന് ഊർജം വേണം, ശക്തി വേണം. ശക്തി ആ ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുന്നത്. അതാണ് നയിക്കുന്നത്. പരിശുദ്ധ വചനങ്ങൾ വചനങ്ങളിൽ ഉള്ളിലുണ്ടാക്കി ഞങ്ങളെ രക്ഷിക്കുക. അപ്പോൾ പരിശുദ്ധ വചനങ്ങൾ ഉള്ളിലുണ്ടാക്കി ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറയുകയാണ്. പരിശുദ്ധ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ വേദവചനങ്ങൾ. അതായത് വേദത്തിൽ എന്താണുള്ളത്? സയൻസാണുള്ളത്. ശാസ്ത്രതത്വങ്ങൾ. ശാസ്ത്രതത്വങ്ങൾ നമ്മളിൽ ഉണ്ടാക്കിയിട്ട് നമ്മളെ രക്ഷിക്കണം. നമ്മൾ രക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സയൻസിൻ്റെ സഹായത്താലാണ്, ശാസ്ത്രത്തിൻ്റെ സഹായത്താലാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ഒരു രോഗം വരുമ്പോൾ സയൻസിൻ്റെ സഹായത്താൽ നമ്മൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് മരുന്നെല്ലാം കുടിക്കുന്നു. അപ്പം സയൻസാണ് നമ്മളെ രക്ഷിക്കുന്നത്. വചനങ്ങൾ, ഈ വചനങ്ങൾ എങ്ങനെയാണ് നമ്മളിൽ ഉണ്ടാകുന്നത്? നമുക്ക് ചിന്തിച്ചിട്ട് കണ്ടെത്തുകയാണ്. നമ്മൾ ചിന്തിച്ച് കണ്ടെത്തുമ്പോഴും ചിന്തയ്ക്ക് പിന്നിൽ എന്തുണ്ട്? അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അത് അഗ്നിയുടെ സഹായത്താലാണ് നടക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് നല്ല വിശപ്പുള്ളപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ചിന്തിക്കണ്ടെങ്കിലും ഊർജം വേണം. അപ്പോൾ ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രെയിന് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ചിന്തകൾ ഉണരുന്നത്. അതിലൂടെയാണ് ശാസ്ത്രതത്വങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ജ്വലിക്കുന്ന പ്രകാശത്തെ പോലെ പരിലസിക്കുന്നു. അത് ജ്വലിക്കുന്ന പ്രകാശം പോലാണ്. പ്രകാശമാണ് നമ്മൾ അന്ധകാരത്തെയെല്ലാം മാറ്റുന്നത്, അജ്ഞതയെ മാറ്റുന്നത്. അതുപോലെ തന്നെ നമ്മളെ ചിന്തകൾ, നമ്മളെ ബുദ്ധിയെ വികസിപ്പിച്ചിട്ട് ജ്ഞാനം നേടുമ്പോൾ നമ്മൾ അജ്ഞതയെല്ലാം അകലുന്നു. അതുകൊണ്ട് ജ്വലിക്കുന്ന പ്രകാശത്തെ പോലെയാണ് പരിലസിക്കുന്നത്. അഗ്നി മധുരതരമായ സ്തുതികൾ കേട്ട് പ്രസാദം ചൊരിയുന്നു. മധുരതരമായ വാക്കുകൾ എന്ന് പറയുമ്പോൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പുതിയ ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഊർജത്തെ സമീപിക്കുമ്പോൾ അത് നമ്മളോട് പ്രസാദിക്കും. അഗ്നി പ്രസാദിച്ചാലാണ് ചോറിനെ അരിയിനെ ചോറാക്കി തരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഈ ലോകത്തിൽ എന്തുണ്ടാക്കുന്നുണ്ടെങ്കിലും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ അഗ്നി പ്രകാശിക്കുന്നതിന് ഊർജം കൊണ്ടേ നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കുവാൻ പറ്റുകയുള്ളൂ. ഇനി 42. അഗ്നി ഉജ്ജ്വലിച്ച് ഞങ്ങളിൽ സഹായം ചൊരിയുക. നമുക്കെല്ലാ സഹായം ചെയ്യുന്നത് ഊർജത്തിൻ്റെ സഹായത്താലാണ്. നമ്മളെല്ലാം സഞ്ചരിക്കണം. പെട്രോളോ ഡീസലോ എല്ലാം ഉണ്ടായിട്ട് വാഹനങ്ങളിൽ നിറച്ചാലല്ലേ നമുക്ക് പോകാൻ പറ്റുമല്ലേ? ഇലക്ട്രിസിറ്റി, അതെല്ലാം വൈദ്യുതി ഊർജമാണ്. അപ്പോൾ ഊർജത്തിൻ്റെ സഹായത്താലാണ് അത് ഞങ്ങളിൽ സഹായം ചൊരിയുകയാണ്. നമ്മൾ എന്താവശ്യം വേണ്ടിയെങ്കിലും ഊർജത്തിലൂടെയാണ് സാധിക്കുന്നത്. ആകാശത്ത് പോകണം, റോക്കറ്റിൽ ഇന്ധനം നിറച്ചിട്ട് പോകാം. ഞങ്ങളുടെ ആഹ്വാനം ഉച്ചസ്ഥിതി പ്രാപിക്കുമ്പോൾ സവിതാവിനെ പോലെ സഹായങ്ങൾ വർഷിക്കുക. സവിതാവ് എന്നാണ് സൂര്യനാണ് നമ്മളെ നയിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സയൻസിലൂടെയാണ് ആഹ്വാനം ചെയ്യുക. അഗ്നിയോട്, ഊർജത്തോട് എന്ത് പറയുന്നു? സയൻസിൻ്റെ ഈ ശാസ്ത്രതത്വത്തിൻ്റെ ന്യൂട്ടൻ്റെ 3rd ലോ പ്രകാരം നമ്മളെ ചന്ദ്രനിൽ എത്തിക്കുക. അപ്പം അഗ്നി അത് കേട്ടിട്ട് ന്യൂട്ടൻ്റെ 3rd ലോ, എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുകളിലേക്ക് പോകും. ഇനി 43. നീ ആകാശഭൂമികളുടെ സന്താനമാണ്. ആകാശത്തിൻ്റെ ഭൂമിൻ്റെ എല്ലാം സന്താനമാണ് അഗ്നി. ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നെല്ലാം തന്നെയാണ് അഗ്നി ഉണ്ടായിരിക്കുന്നത്. ഭൂമിയിൽ നിന്നാണ് അഗ്നം ഉണ്ടാകുന്നത്, അല്ലെ? ആകാശത്തിൽ നിന്നാണ് അഗ്നി ഉത്ഭവിക്കുന്നത്. അഗ്നി ഊർജം എവിടെ നിന്നാണ് കിട്ടുന്നത്? സൂര്യനിൽ നിന്ന് കിട്ടും.
അല്ലെങ്കിൽ ഭൂമിയിലുള്ള പെട്രോൾ ഉപയോഗിച്ച ഊർജ്ജം കിട്ടും, അല്ലെങ്കിൽ ഭൂമിയിലുള്ള പുല്ലെല്ലാം കത്തിച്ചാൽ ഊർജ്ജം കിട്ടും, അഗ്നി കിട്ടും. അപ്പം ഇതെല്ലാം ഭൂമിയിൽ നിന്നോ അല്ലെങ്കിൽ ആകാശത്തു നിന്നോ ആണ് ഉത്ഭവിക്കുന്നത്. അവയുടെ പുത്രനാണ്. ഔഷധങ്ങളുടെ ശക്തിയും നീ തന്നെയാണ്. ഔഷധങ്ങളിൽ ഇരിക്കുന്ന എന്താണ്? മരുന്നിൻ്റെ പിന്നിലുള്ളത് ശക്തിയും അഗ്നിയാണ്. ഓരോ രാസവസ്തുവിനും പ്രവർത്തിക്കുന്നതിന് ഒരു പ്രത്യേക അഗ്നി വേണം. ആ അഗ്നിയാണ് ഉള്ളപ്പോൾ ഈ മരുന്നുകൾ ശരീരത്തിൽ, നമ്മളിപ്പോൾ വൈറസ് ഉണ്ടെങ്കിൽ വൈറസുമായിട്ട് പ്രവർത്തിച്ചിട്ട് ആ വൈറസിനെ ഇല്ലാതാക്കി കഴിയും. പക്ഷേ അതുമായിട്ട് പ്രവർത്തിക്കേണ്ടിക്ക് ഒരു പ്രത്യേക ഊർജത്തിലാണ് അത് നടക്കുക. എല്ലാ രാസപ്രവർത്തനങ്ങളും ഓരോ പ്രത്യേക ഊർജത്തിലാണ് നടക്കുക. ആ ഊർജം അഗ്നിയാണ് രാസപ്രവർത്തനത്തെ നടത്തുന്നത്. അത് കെമിസ്ട്രി പഠിച്ചാൽ അറിയാം. അപ്പോൾ ഒരു ബാക്ടീരിയ ഒരു രാസവസ്തുവാണ്, നമ്മുടെ മരുന്ന് ഒരു രാസവസ്തുവാണ്. അത് തമ്മിൽ പ്രവർത്തിച്ചാലാണ് അത് നിർവീര്യമാകുന്നത്. അപ്പോൾ അവിടെ അഗ്നിയാണ് പങ്കുവഹിക്കുന്നത്. അപ്പോൾ ഔഷധങ്ങളുടെ ശക്തിയും നീയാണ്. ശിശുവിന് ജ്ഞാനം നൽകുന്നതും നീയാണ്. ഒരു ശിശുവിന് ജ്ഞാനം നൽകുക, ബുദ്ധി വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഊർജത്താലാണ്. ഊർജമില്ലാതെ ബുദ്ധി വർക്ക് ചെയ്യുക. ബുദ്ധി കേൾക്കുമ്പോൾ നമ്മളെ ശരീരം എന്താ, ഇപ്പോൾ കമ്പ്യൂട്ടറിലെ ചിപ്പെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചൂടാവില്ലേ? കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൊബൈലെല്ലാം വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് IC-യിലാണ് വർക്ക് നടക്കുന്നത്, കാൽക്കുലേഷനും എല്ലാം. അപ്പോൾ അത് ചൂടാവും. അതേപോലെ നമ്മളെ ബുദ്ധി എന്താകുന്നുണ്ട്? ചൂടാവുന്നുണ്ട് വർക്ക് ചെയ്യുമ്പോൾ. ആ ചൂടിൻ്റെ ഇതിലാണ് ബുദ്ധി വർക്ക് ചെയ്യുന്നത്. അപ്പം കുട്ടിയുടെ ജ്ഞാനം നൽകുന്നത് എന്ത് തന്നെയാണ്? അഗ്നി തന്നെയാണ്. ഇനി 44 ബാലൻ ജ്ഞാനം നേടുവാനായി തയ്യാറാവുക. അപ്പം ബാലന് എന്ത് വേണം? ജ്ഞാനം നേടുവാൻ അവൻ്റെ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കണം. കുട്ടികൾ ജനിക്കുമ്പോൾ അവരുടെ ബുദ്ധി വികസിക്കണം. അത് വികസിക്കണമെങ്കിൽ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കണം. എങ്ങനെ? ചിന്തിക്കുമ്പോൾ അവിടെ ഊർജം, അഗ്നി ചിന്തകളെ ഉണർത്തിയിട്ട് ജ്ഞാനം നേടിത്തരുന്നു. അഗ്നി ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന പോലെ നീയും നല്ല വഴിയെ സഞ്ചരിക്കുക. നമ്മളെ നല്ല വഴിയിലേക്ക് നയിക്കുന്നതും എല്ലാം അഗ്നി തന്നെയാണ്. ഏത് വഴിയിലൂടെ പോകാനും അഗ്നി വേണം. നമുക്ക് നടക്കണ്ടെങ്കിൽ ഒരു വഴിയിലൂടെ പോകണമെന്ന് വെച്ചോ, ഊർജ്ജമില്ലാതെ എങ്ങനെയാണ് നടക്കുന്നത്? ഭക്ഷണമൊന്നും കഴിക്കാതെ തളർന്നു കിടക്കുന്ന ഒരുത്തനോട് എണീച്ച് നടക്കുന്നവനാ നടക്കില്ല. അവന് ഭക്ഷണം കിട്ടിയാലും നടക്കാൻ പറ്റും. അപ്പോൾ ഊർജ്ജം ഉണ്ടെങ്കിലേ നടക്കാൻ പറ്റും. അപ്പോൾ അതിനോട് പറയുകയാണ് നല്ല വഴിയിലൂടെ നടത്തുക. അതായത് മോശം വഴിയിലേക്ക് നമ്മൾ, അതല്ലേ ചിലവർ പറയുന്നത്, അവൻ്റെ എല്ല് കുത്തിയിട്ടാണ് അവൻ ഇതെല്ലാം വൃത്തികേടുകൾ കാണിക്കുന്നത്. നല്ലോണം തിന്ന് അത് എവിടെയെങ്കിലും ചിലവാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് വല്ലവൻ്റെ പെരടിക്കും ചെയ്യും. അത്ര പറയുന്ന കേട്ടിട്ടില്ല. അപ്പോൾ എല്ലാം ഭക്ഷണമാണ്, ഊർജമാണ്. പക്ഷേ ആ ഊർജം ഫലത്തോട് പറയുകയാണ് നീ അവനെ നേരായ വഴിയിലൂടെ നടത്തുക എന്ന്. ദൗർബല്യമുള്ളവരുടെ നേരെ സഹായഹസ്തം വീട്ടുന്ന ധർമ്മബോധമുള്ളവനായ നാഥനായി നീ മാറുക. എന്നിട്ട് അഗ്നിയോട് പറയുകയാണ് അവനെ നല്ല ധർമ്മബോധമുള്ളവനാക്കി മാറ്റുക. പാവങ്ങളോട് ദയ കാണിക്കുന്ന തരത്തിൽ അവനെ മാറ്റിയെടുക്കുക. തിന്നു കൊടുക്കുമ്പോൾ ചിലപ്പോൾ പാവന്മാരോ പല പിച്ചക്കാർ പോകുമ്പോൾ കല്ലെടുത്തെറിയാനുള്ളത് തോന്നും. ചില തിന്നു കൊടുത്ത കുട്ടികൾക്ക് ഇവരെ കാണുമ്പോൾ ദ്രോഹിക്കേണ്ട മനസ്ഥിതി ഉണ്ടാകും. ഇതെല്ലാം ഊർജം, ഉള്ളിൽ കിടക്കുന്ന ഊർജമാണ് ഇതെന്നെല്ലാം പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇവനോട് പറയുകയാണ്, ഇതെന്താണ് അഗ്നിയോട് പറയുന്നത്? അഗ്നിയോട് പറയുകയാണ് നീ അവനിൽ ദയ, സഹാനുഭൂതിയെല്ലാം ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുക. ഇനി 45 അഗ്നി മനുഷ്യരിൽ പ്രസാദം ചൊരിയുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു തരുന്നത് അഗ്നിയാണ്. എണീച്ച് നിൽക്കാൻ തന്നെ നമുക്ക് ശക്തി വേണം. അത് ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുന്നത്. അഗ്നിയാണ് നമുക്ക് അതിനെ സഹായിക്കുന്നത്. ആകാശഭൂമികളിലും വൃക്ഷങ്ങളിലും അന്തരീക്ഷത്തിലും നിന്റെ അഗ്നി വീഴ്ത്തരുതേ. ആകാശഭൂമികളിലും വൃക്ഷങ്ങളിലും അന്തരീക്ഷത്തിലും നിന്റെ അഗ്നി വീഴ്ത്തരുതേ. അഗ്നി ദ്രോഹവും ചെയ്യുന്നുണ്ട്. ആകാശത്തിൽ കൊള്ളിയാൻ പോകുന്ന പോലെ പോകുന്നതാണ് അഗ്നി. പിന്നെയോ വൃക്ഷങ്ങളിൽ, ഭൂമിയിൽ ചിലപ്പോൾ ഇടിമിന്നൽ ഭൂമിയിൽ വന്ന് വീഴും, അവിടെ മുഴുവൻ കരിഞ്ഞു പോകും. അതെല്ലാം അഗ്നിയാണ്. വൃക്ഷങ്ങളിൽ വീണ വൃക്ഷങ്ങൾ നശിച്ചു പോകും.
അന്തരീക്ഷത്തിലും നിന്റെ അഗ്നി വീഴ്ത്തരുതേ. അപ്പം അഗ്നി ദോഷകരമായും അഗ്നിയെ ഉപയോഗിക്കാം. അഗ്നി നല്ലതിനും ഉപയോഗിക്കാം, ദോഷത്തിനും ഉപയോഗിക്കാം. ദോഷത്തിനുള്ള ഉദാഹരണമായിട്ടാണ് ഇടിമിന്നലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അത് ഭൂമിയിൽ വീണാൽ ഭൂമി നശിച്ചു പോവും, മരങ്ങളിൽ വീണാൽ മരങ്ങൾ കത്തിപ്പോവും. അപ്പം അത്തരത്തിലുള്ള ഊർജം അത്തരത്തിൽ മനുഷ്യർ ഉപയോഗിക്കരുത്. നല്ല ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. ദീർഘഗാമികളായ വാചീശക്തി എല്ലാ സമയവും നിലനിൽക്കുക. ദീർഘവേഗത്തിൽ സഞ്ചരിക്കുന്ന ശക്തി വിശേഷം. വാചി എന്ന് പറഞ്ഞാൽ ശക്തി, അല്ലെങ്കിൽ കുതിരയായിട്ടെല്ലാം പറയും ഊർജം. വേഗത്തിൽ സഞ്ചരിക്കുന്ന ഊർജം ഏതാണ്? നമ്മൾ ഇടിമിന്നൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് തന്നെയാണ്. വൈദ്യുതി വളരെ വേഗത്തിൽ സഞ്ചരിക്കും. തീ അത്ര വേഗത്തിൽ സഞ്ചരിക്കില്ല, പക്ഷേ വൈദ്യുതി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് സഞ്ചരിക്കും. അതേപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, അതും ഊർജം തന്നെയാണ്. അതെങ്ങനെയാണ് സഞ്ചരിക്കുക? വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുക. അപ്പം അങ്ങനെയുള്ളത് നിലനിൽക്കുക. സ്വരക്ഷക്കായി വിദ്യുത്തിനെ ഉപയോഗിക്കുക. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വൈദ്യുതി ഊർജത്തെ ഉപയോഗിക്കുക. ഇന്ന് നമ്മൾ വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത്. സ്വരക്ഷക്കായിട്ട് വിദ്യുത്തിനെ ഉപയോഗിക്കുക. വൈദ്യുതി രൂപത്തിലുള്ള അഗ്നിയെ നമ്മൾ ഉപയോഗിക്കുക. നിന്നിലെ ഊർജം ഫലമില്ലാത്തതായി തീരരുത്. നിന്നിലെ ഉള്ളിലെ ഊർജമുണ്ട്, ആ ഊർജത്തെ നീ ഫലമില്ലാതാക്കി തീർക്കരുത്. ഉപയോഗിക്കാതെ മടിയന്മാരായിട്ടിരിക്കരുത്. തിന്നിട്ട് വെറുതെ ചുമ്മാ കിടന്നുറങ്ങുകയാണെങ്കിൽ നിന്നിലുള്ള ഊർജം നീ നശിപ്പിക്കുകയാണ്. ആ ഊർജത്തെ കൊണ്ട് എന്തെല്ലാം ചെയ്യാം? വേണമെങ്കിൽ പുറത്തുള്ള പുല്ലെല്ലാം വെട്ടിയിട്ട് ചെടികൾ കൊണ്ടുവരാം. അപ്പം നിന്നിലുള്ള ഊർജത്തെ ഫലമില്ലാതാക്കരുത്. നമ്മളിലെല്ലാം ഊർജ്ജമുണ്ട്. ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന ഊർജ്ജം എവിടെയെങ്കിലും ചിലവാക്കണം. വെറുതെ ഇരുന്ന് കഴിഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം എന്തിനെങ്കിലും നല്ല കാര്യത്തിലായിട്ട് ഉപയോഗിക്കുക. ആദിത്യൻ വെള്ളത്തിൽ നിന്നും ഊർജത്തെ വലിച്ചെടുക്കുന്നു. സൂര്യൻ വെള്ളത്തിൽ നിന്നും ഊർജത്തെ വലിച്ചെടുക്കുന്നു. എങ്ങനെയാണ് വെള്ളത്തിൽ നിന്ന് ഊർജത്തെ വലിച്ചെടുക്കുന്നത്? ആദിത്യൻ്റെ ചൂടുകൊണ്ട് വെള്ളം വലിച്ചെടുത്തങ്ങ് ആകാശത്ത് കൊണ്ടുപോയിട്ട് മേഘമാക്കി മാറ്റുകയാണ്. ഇത്രയും വെള്ളം, മഴ പെയ്യാനുള്ള വെള്ളം മുഴുവൻ വലിച്ചെടുത്തിട്ട് സൂര്യൻ എവിടെ കൊണ്ടുപോകുന്നുണ്ട്? ആകാശത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. ആകാശത്തിൽ സൂര്യൻ എത്ര വെള്ളമാണ് കൊണ്ടുപോകുന്നത്? അതല്ലേ ഈ പേമാരിയായിട്ട് പെയ്യുന്നത്. നമ്മളറിയുന്നില്ല. പക്ഷെ ദിവസവും ആകാശം എന്താണ്, സൂര്യൻ എന്താണ് ചെയ്യുന്നത്? ഭൂമിയിലുള്ള വെള്ളത്തെ ദിവസവും വലിച്ചെടുത്ത് മുകളിൽ കൊണ്ടുപോവുകയാണ്. ആദിത്യൻ വെള്ളത്തിൽ നിന്ന് ഊർജത്തെ വലിച്ചെടുക്കുന്നു. അതുപോലെ നിങ്ങൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അങ്ങനെ നിങ്ങൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. സൂര്യൻ എപ്പോഴും ഈ കർമ്മം ചെയ്യുകയാണ്. വെള്ളത്തെ വലിച്ചെടുത്ത് കൊണ്ടുപോയി സംഭരിച്ച് വയ്ക്കുകയാണ്. ഇതിന് മഴക്കാലത്ത് മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി. അതുപോലെ നിങ്ങളും എപ്പോഴും നിങ്ങളുടെ ഊർജത്തെ നല്ല ആവശ്യത്തിന് വേണ്ടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഇനി 47. സത്യത്തിൻ്റെ നിയമം ഈശ്വരനാണ്. സത്യം എന്ന് പറയുന്നതാണ് ഈശ്വരൻ. വേറെ ഈശ്വരനൊന്നുമില്ല. നമ്മൾ ശരിയായ നിലയിൽ പ്രവർത്തിക്കുന്നതാണ് ഈശ്വരൻ. അതാണ് ഈശ്വരൻ്റെ നിയമം. സത്യത്തിൻ്റെ നിയമം ഈശ്വരനാണ്. ശരിയായ അന്ധവിശ്വാസമല്ല, ശരിയായ ശാസ്ത്രതത്വങ്ങൾ, ശരിയായ പ്രവൃത്തികൾ, അതെല്ലാമാണ് ഈശ്വരൻ. അല്ല വേറെ. അങ്കീരസ് അത് മനസ്സിലാക്കി. അങ്കീരസ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള ആദ്യമുണ്ടായ കണങ്ങൾ. അത് മനസ്സിലാക്കിയിട്ട് അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചമായിട്ട് മാറിയത്. ആദ്യമുള്ള കണങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് പ്രപഞ്ചമായി മാറിയത്. അത് സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് മാറിയിരിക്കുന്നത്. അതിന് തോന്നുന്നമാരി മാറാനൊന്നും പറ്റില്ല. ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്ന് ഒരു പ്രത്യേക അണുഭാഗത്ത് കൂട്ടിച്ചേർത്തിട്ട് വെള്ളമുണ്ടാക്കി. ഓക്സിജൻ ആറ്റങ്ങളെ കൂട്ടിച്ചേർന്നിട്ട് വായു, നമുക്ക് ശ്വസിക്കേണ്ട വായു ഉണ്ടാക്കി. ഇതെല്ലാം ഒരു പ്രത്യേക റേഷ്യോയിലാണ് കൂട്ടിയിരിക്കുന്നത്. അല്ലാതെ അതിന് തോന്നുന്ന മാതിരി കൂട്ടിച്ചേർത്തിട്ടല്ല. കൂട്ടിച്ചേർത്താൽ ചേരുവില്ല. അപ്പം അത് സത്യം, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അങ്കീരസുകളെന്ന് മനസ്സിലാക്കിയിട്ടാണ് പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. ഞങ്ങൾ അഗ്നിയാൽ യജ്ഞം ചെയ്യുന്നു. നമ്മളും അതുപോലെ തന്നെ. അതിൻ്റെ എല്ലാം പിന്നിൽ അഗ്നിയാണുള്ളത്. നമ്മളും അഗ്നി ഉപയോഗിച്ച് തന്നെയാണ്, ഊർജത്തിൻ്റെ സഹായത്താലാണ് യജ്ഞം ചെയ്യുന്നത്. സംസാരിക്കുന്ന ഊർജത്തിൻ്റെ സഹായത്താലാണ്,
നടക്കുന്ന ഈ ഊർജത്തിൻ്റെ സഹായത്താലാണ്. പാചകം ചെയ്യുന്നത്, വ്യവസായങ്ങൾ നടത്തുന്നതെല്ലാം ഊർജത്തിൻ്റെ, അഗ്നിയുടെ സഹായത്താലാണ് യജ്ഞം ചെയ്യുന്നത്. ഔഷധികൾ അഗ്നിയെ മധുരവചനത്താൽ ആശംസിക്കുന്നു. മധുരവചനത്താൽ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഔഷധികൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ആശംസിക്കും, നമ്മുടെ രോഗങ്ങളെല്ലാം മാറ്റിത്തരും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മധുരവചന സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഔഷധികൾ ഉപയോഗിച്ചാൽ, പുല്ലിനെല്ലാം ഔഷധ ഗുണങ്ങളുണ്ട്, പക്ഷേ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ മരുന്നാക്കി മാറ്റി ഉപയോഗിച്ചാൽ അത് നമ്മളെ അനുഗ്രഹിക്കും. ഞങ്ങളുടെ പ്രയാസം അഗ്നിയാൽ മാറട്ടെ. നമുക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിലും അതെല്ലാം അഗ്നിയിലൂടെ, പരിശ്രമത്തിലൂടെ മാറ്റാം. പരിശ്രമിക്കണമെങ്കിൽ അഗ്നി വേണം, ഊർജമാണ്. അപ്പോൾ ഊർജത്തിൻ്റെ സഹായത്താൽ മാറ്റാം. ഔഷധ വിഷയത്തിൽ മുന്നോട്ട് പോവുക. നിങ്ങൾ ഔഷധങ്ങളെപ്പറ്റി പഠിക്കുക. ഈ ലോകത്തിൽ പലതരം ചെടികളുണ്ട്, ചെടികളിൽ നീരുകളുണ്ട്, അതിലെല്ലാം ഔഷധ ഗുണമുണ്ട്. അതിനെപ്പറ്റി പഠിക്കുക. ഔഷധ വിഷയത്തിൽ മുന്നോട്ട് പോവുക. തിന്മകൾ ഇല്ലാതാകട്ടെ. അങ്ങനെയാണ് തിന്മകളെല്ലാം ഇല്ലാതാവുക. ഇനി 48, നല്ല വൃക്ഷങ്ങളും ഫലങ്ങളും വച്ചുപിടിപ്പിക്കുക. നല്ല വൃക്ഷങ്ങൾ, നമുക്ക് മനുഷ്യർക്ക് ഗുണം ചെയ്യുന്ന വൃക്ഷങ്ങളും ഫലങ്ങളും വെച്ചുപിടിപ്പിക്കുക. ചെടികൾ വെച്ചുപിടിക്കണമെങ്കിൽ അന്തരീക്ഷം ശുദ്ധമാകും. അപ്പം നല്ല വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കണം, നല്ല ഫലമുള്ള വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കണം. എന്നിട്ട് അത് ഭക്ഷിക്കുക. നല്ലതരം, കാരണം അതിൽ നിന്നാണ് നമുക്ക് ഊർജ്ജം കിട്ടുന്നത്. ഋതിമതികളായവർക്ക് ഗർഭം പൂർണ്ണ നിലയിൽ നിലനിർത്താൻ കഴിയുന്നു. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്ക് അവരുടെ ഗർഭത്തെ നിലനിർത്താൻ കഴിയും. അപ്പം ഗർഭത്തിലെ കുട്ടിയെ നിലനിർത്തേണ്ടെങ്കിൽ അതിന് വേണ്ട ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം. എങ്കിലേ അതിന് പൂർണ്ണ നിലയിലുള്ള വളർച്ച ഉണ്ടാവുകയുള്ളൂ. മനോഹരമായ ഫലങ്ങളും പുഷ്പങ്ങളും ഉണ്ടാകട്ടെ. നമ്മുടെ തോട്ടത്തിലും പറമ്പത്തും എല്ലാം മനോഹരമായ പുഷ്പങ്ങളും ഫലങ്ങളും ഉണ്ടാകട്ടെ. അതിൽ നിന്നും ഔഷധവും നിർമ്മിക്കുക. ഫലങ്ങളിൽ നിന്നും പുഷ്പങ്ങളിൽ നിന്ന് പോലും ഔഷധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെല്ലാം നിർമ്മിച്ചെടുക്കുക. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കുക. പുഷ്പങ്ങളും ഫലങ്ങളിൽ നിന്നെല്ലാം നട്ടുപിടിപ്പിക്കുക. അതിൽ നിന്നും ഔഷധങ്ങൾ ഉണ്ടാക്കുക. 49, ദേഹമഹിമ ജ്വലിച്ചു വരട്ടെ. നമ്മുടെ ശരീരം അത്രങ്ങനെ പുഷ്ടിപ്പെടട്ടെ. അധപ്പതനം സംഭവിച്ച സ്ത്രീയും കാമാതുരയായ സ്ത്രീയും ധർമ്മപാതയിൽ സഞ്ചരിക്കട്ടെ. അധപ്പതിച്ച സ്ത്രീകളിലെ അധപ്പതനം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാതെ, അതും കാമം മൂർത്തുപോയ സ്ത്രീകളും ധർമ്മത്തിൻ്റെ പാതയിൽ വരണം. കാമെല്ലാം നല്ലത് തന്നെ, പക്ഷേ ധർമ്മത്തിൻ്റെ പാതയിൽ വരിക. രോഗമെന്നത് സമൂഹത്തെ ഇല്ലാതാക്കുന്നതാണ്. അപ്പോൾ സ്ത്രീകളുടെ അധർമ്മകരമായ കാമാതുരമായ കാമത്തിനടിമപ്പെട്ട ചില പ്രവർത്തനങ്ങൾ രോഗമാണ്. രോഗമെന്നത് എന്താണ്? വെറും ഈ ശരീരത്തിലുണ്ടാകുന്ന മാത്രമല്ല, സമൂഹത്തെ ഇല്ലാതാക്കുന്നതും രോഗമാണ്. അപ്പം കാമാതുരയായ സ്ത്രീകളും അധപ്പതനം സംഭവിച്ച സ്ത്രീയും രോഗമാണ്, സമൂഹത്തിൻ്റെ രോഗമാണ് എന്നാണ് പറയുന്നത്. ഇനി നല്ല കർമ്മങ്ങൾ, നല്ല കാര്യങ്ങൾ ക്ഷമിച്ചു നടപ്പാക്കുന്ന നിന്റെ ഗൃഹത്തിലെ പത്നി അതാകട്ടെ. നിന്റെ വീട്ടിലെ നിന്റെ പത്നി എങ്ങനെയായിരിക്കണം? നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ, ക്ഷമിക്കുന്നതോടുകൂടി, ക്ഷമയോടുകൂടി, നല്ല കാര്യങ്ങൾ ക്ഷമയോടുകൂടി നടപ്പാക്കുന്നവനായിരിക്കട്ടെ നിന്റെ ഗൃഹത്തിൽ നിന്റെ പത്നി. നിന്റെ വീട്ടിലെ പത്നി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരും ക്ഷമയുള്ളവരും ആയിത്തീരട്ടെ. ഇനി 50, ഭർത്തൃമതികളെ ജലം എങ്ങനെയാണോ പരിശുദ്ധവും മധുരമുള്ളമാകുന്നത്, അതുപോലെ നിങ്ങളും കഴിയുന്നതും ആഹ്ലാദവും സന്തോഷവും ഉൾക്കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരിലും ആഹ്ലാദമുണ്ടാക്കിക്കൊണ്ട് ചിരിച്ചാൽ.
ഇപ്പം ഭർത്തൃമതികളോട്, വീട്ടിലെ ഭാര്യമാരോട്, അല്ലെങ്കിൽ കുടുംബത്തിലെ നാഥകളായ സ്ത്രീകളോട് പറയുകയാണ്, ജലം എങ്ങനെയാണോ പരിശുദ്ധവും മധുരവുമാകുന്നത്, ജലം പരിശുദ്ധമാണ്, മധുരവുമാണ്. നമുക്ക് ദാഹിക്കുമ്പോൾ ആ വെള്ളം കിട്ടുമ്പോഴുള്ള ഒരു മധുരമുള്ളത്, ആ മധുരം എങ്ങനെയാണോ അതുപോലെ നിങ്ങളും സ്ത്രീകളും ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടി കഴിയണം. എപ്പോഴും വീട്ടിൽ മനസ്സിൽ ആഹ്ലാദവും സന്തോഷവും ഉണ്ടായിരിക്കണം നിങ്ങൾ. എന്നിട്ട് അത് ഉൾക്കൊണ്ടിട്ട് നിങ്ങൾ മറ്റുള്ളവരിലും ആഹ്ലാദവും സന്തോഷവും ഉണ്ടാക്കിക്കൊണ്ട്, അപ്പം നിങ്ങളിൽ ആദ്യം ആഹ്ലാദവും സന്തോഷവും ഉണ്ടാകണം. എന്നിട്ട് അത് മറ്റുള്ളവരിലും, ആ വീട്ടിലുള്ള എല്ലാവരിലും ആഹ്ലാദവും സന്തോഷവും ഉണ്ടാക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് ജീവിക്കുക. എല്ലാവരുടെയും നേരെയും ചിരിച്ചുകൊണ്ട് ജീവിച്ചാൽ ആ കുടുംബം നല്ലതായിത്തീരും. ഇന്നത്തെ അവസ്ഥ എന്താണ്? മുഖവും വീർപ്പിച്ച് നടക്കുക. ഭൂരിപക്ഷം 99% എന്തായിരിക്കും? മുഖവും വീർപ്പിച്ചായിരിക്കും നടക്കുക വീട്ടിൽ. എങ്ങനെയാ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുക? അതിനുള്ള എളുപ്പ വഴിയാണ് പറഞ്ഞത്. ആദ്യം സ്വയം ആഹ്ലാദവും സന്തോഷവും നേടിക്കൊണ്ട് വീട്ടിൽ എല്ലാവരുടെ നേരെയും ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടി ചിരിച്ചും കൊണ്ട് ജീവിച്ചാൽ ആ കുടുംബം ഐശ്വര്യപൂർണ്ണമാകും. അല്ലാതെ വായും വീർപ്പിച്ചുകൊണ്ട് പിറകെ നടന്നു കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ കാര്യം പോക്കാണ്. മറ്റുള്ളവരിലെയും ആഹ്ലാദം ഉണ്ടാക്കിക്കൊണ്ട് ചിരിച്ചാലും ഏതവസ്ഥയിലും നിങ്ങൾ ധൈര്യവും ഉറപ്പും നൽകുന്നവരാകുക. ഭർത്താവിന് കുറേ പ്രയാസങ്ങളിലുണ്ടാവും, ഓഫീസിൽ നിന്ന് തമ്മിൽ തല്ലിയിട്ട് എല്ലാവർക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അവരിൽ എന്ത് വേണം? നിരാശയുണ്ടാകും. അപ്പോൾ എന്ത് വേണം? നിങ്ങൾ ധൈര്യം കൊടുക്കണം, ഉറപ്പും നൽകണം. എല്ലാം ശരിയാവും, ഇതെല്ലാം നിസ്സാരം, ഇങ്ങനെ പറഞ്ഞുള്ള ഉറപ്പും കൊടുക്കണം. അങ്ങനെയുള്ള കർമ്മമാണ് ഭർത്തൃമതികൾ ചെയ്യേണ്ടതെന്ന് യജുർവേദം പറയുന്നു. യജുർവേദം എന്താണെന്ന് ഇപ്പം മനസ്സിലായല്ലോ. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യജുർവേദത്തിലുള്ളത്. സൗരയൂഥ സിസ്റ്റവും ഇവിടെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും, അതിന് സയൻസുണ്ട്, കുടുംബകാര്യങ്ങളെല്ലാം തന്നെയാണ് യജുർവേദത്തിലുള്ളത്, അല്ലാതെ വേറെ ഒന്നുമല്ല. യജുർവേദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, സൂര്യനും ഗ്രഹങ്ങളും അതുമെല്ലാമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യജുർവേദത്തിലുള്ളത്. ഋഗ്വേദത്തിലാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊള്ളുന്ന സയൻസ്. അപ്പോൾ അതിൽ നമ്മളെ കാര്യമൊന്നും അധികം പറയാനൊന്നും കാണില്ല. അതും പറയും, പ്രപഞ്ചം മുഴുവനുള്ള ആകുമ്പോൾ നമ്മളെ വിഷയങ്ങളും വരുമല്ലോ, അവിടെ അത് പറയും. പക്ഷേ അധിക സ്ഥലത്തും പൂർണ്ണമായ സയൻസ് ആയിരിക്കും, പ്രപഞ്ച രഹസ്യമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ഋഗ്വേദത്തിൽ കാണും. യജുർവേദം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം. സാമവേദത്തിലാണെങ്കിൽ ആറ്റങ്ങൾ, ശുദ്ധമായി കെമിസ്ട്രി. ഇതാണ് വേദങ്ങളുടെ 3 തരങ്ങൾ. ഇതെല്ലാം അതിൻ്റെ തന്നെ പിന്നിലുള്ള സയൻസാണ് ഇതിലുള്ളത്. ടെക്നോളജി, അതായത് എൻജിനീയറിങ്, മെഡിസിൻ പോലെയുള്ള വിഷയങ്ങളാണ് അഥർവവേദത്തിൽ ഉള്ളത്.